രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ ഉലുൽ അംർ സലാഹി ഉലുൽ അംറിന് സലാഹി തെറ്റായ അർത്ഥം കൊടുത്തു. വൈസംസ്യാർ പറയുന്നത് ഞാൻ എഴുതി വെച്ചത് സംഘടനാ നേതൃത്വത്തെ അനുസരിക്കേണ്ടതില്ല, അത് ബാധ്യതയില്ല എന്ന് പറയാൻ അത്തിഉല്ലാഹ വഅത്തിഉ റസൂല ഉലുൽ അംരി മിൻകും എന്നുള്ള ആയത്ത് നിസായിലെ 59ാമത്തെ ആയത്ത് ഓതി അതിൽ ഭരണകർത്താക്കൾ മാത്രമാണ് എന്ന് സലാഹി പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. അതാണ് അതിൻ്റെ ചുരുക്കം. എന്ത് സംഘടനാ നേതൃത്വത്തെ അനുസരിക്കേണ്ടതില്ല എന്ന് പറയാൻ നിസായിലെ 59ാമത്തെ ആയത്ത് ഓതി. എന്നിട്ട് ഭരണകർത്താക്കൾ മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാണ് അതിൻ്റെ രത്ന ചുരുക്കം. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ബഹുമാന്യനായ വൈസൽ മുസ്ലിയാരോട് ചോദിക്കട്ടെ, സംഘടനാ നേതൃത്വത്തെ അനുസരിക്കേണ്ടതില്ല എന്ന് സലാഹി പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം. 2, ഉലുൽ അംറിൽ ഭരണകർത്താക്കൾ മാത്രമാണ് പെടുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സലാഹി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതും തെളിയിക്കണം. മറുപടി പറയുകയാണെങ്കിൽ അതും തെളിയിക്കണം. 2 കാര്യങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. പിരിവിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഒന്ന്, സംഘടനാ നേതൃത്വത്തെ അനുസരിക്കേണ്ടതില്ല എന്നുള്ളൊരു വാദം ഇവിടെ ആർക്കും ഇല്ല. അതാണ് അവിടെ വിഷയം. ഇവിടെ വിഷയം എന്താ? ഉലുൽ അംറിന് കൊടുക്കേണ്ട സമഉം ത്വാഅത്തും. ഇവരെന്താ വെച്ചാൽ സമഉ ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കേൾക്കാൻ അനുസരിക്കുക. അപ്പോൾ പിന്നെ അനുസരിക്കണ്ടേ. അത് വ്യക്തമായി അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതുകൊണ്ട്, അത് പറഞ്ഞു പെട്ടതുകൊണ്ട് ഇപ്പോൾ അതിനെ എന്ത് ചെയ്യാണ്? അതിനെ ന്യായീകരിച്ച് കൊണ്ടുവരികയാണ്. സംഘടനാ നേതൃത്വം അനുസരിക്കേണ്ടതില്ല എന്നാണോ പറഞ്ഞിട്ടുള്ളത്? ആണോ? സമഉം ത്വാഅത്തും അത് ഭാഷാപരമായിട്ടുള്ള സമഉം ത്വാഅത്തിനെ കുറിച്ചാണോ നമ്മുടെ ചർച്ച? നമ്മൾ പറഞ്ഞത് എന്താ? ഉലുൽ അംറിന് കൊടുക്കേണ്ട അനുസരണം അത് നിർബന്ധ അനുസരണമാണ്. അതാണ് ശർഈ ആയിട്ടുള്ള സമഉം ത്വാഅത്തും. അവരെന്ത് പറഞ്ഞാലും അത് അനുസരിച്ചോളണം. അത് ശർഈ ആയിട്ട് നമുക്കുള്ള ബാധ്യതയാണ്. അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മളത് കുറ്റക്കാരായിത്തീരും. അവരെന്ത് പറഞ്ഞോ അത് നമ്മൾ അനുസരിക്കൽ. അതാണ് സമഉം ത്വാഅത്തും. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. ഉലുൽ അംറും ശുറൂത്തും ഒക്കെ എന്താണെന്നുള്ളതൊന്ന് വിശദമായിട്ട് നമുക്ക് പറയണ്ടേ. അപ്പോൾ അവർ മഅസിയത്തല്ലാത്ത കാര്യത്തിൽ ഉലുൽ അംർ എന്ത് പറഞ്ഞാലും അനുസരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ലാതെ സംഘടനാ നേതൃത്വത്തെ അനുസരിക്കേണ്ടതില്ല എന്നല്ല നമ്മുടെ വാദം. ഉലുൽ അംറിന് കൊടുക്കേണ്ട സമഉം ത്വാഅത്തും അത് സംഘടനാ നേതാക്കൾക്ക് ഉണ്ടോ അല്ലേ? ഇതാണ് ചർച്ചയുടെ മർമ്മം. അതല്ലാതെ സമഉം ത്വാഅത്തും ഇല്ലാതെ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ പറ്റുമോ? സ്വലായൻ അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. ഒരു ബസ് കയറുമ്പോൾ കണ്ടക്ടർ അനുസരിക്കേണ്ടി വരും, ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ അനുസരിക്കേണ്ടി വരും. അതൊക്കെ സമഉം ത്വാഅത്ത് തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞ സമഉം ത്വാഅത്ത് ഭാഷാപരമായ സമഉം ത്വാഅത്താണ്. കണ്ടക്ടർ പറയുമ്പോൾ നമ്മളത് കേൾക്കണം, അനുസരിക്കലുണ്ട്. അത് കണ്ടക്ടർ ഉലുൽ അംർ ആയതുകൊണ്ടാ? ആണോ? ഉലുൽ അംർ ആയതുകൊണ്ടാണോ? അല്ലല്ലോ. ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ നമ്മൾ അനുസരിക്കുന്നുണ്ട്, അത് ഹെഡ് മാസ്റ്റർ ഉലുൽ അംർ ആയതുകൊണ്ടാ? ഇവരുടെ വാദം അത് അവിടേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പം അത് നമ്മൾ വിശദമായിട്ട് നമ്മൾ പറയേണ്ടതുണ്ട്. നമുക്കിവിടെ ചോദിക്കാനുള്ളത്, ഉലുൽ അംറിൽ ഭരണകർത്താക്കൾ മാത്രമാണ് പെടുക എന്നുള്ളത് സലാഹി എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അത് തെളിയിക്കണം. ഇതാണ് ഇപ്പോൾ ദമ്മാജിക്ക് പോയി എന്നുള്ളതിൻ്റെ 2ാമത്തെ തെളിവ്. ഏത്? ഉലുൽ അംർ പിന്നെ തെറ്റായ അർത്ഥം കൊടുത്തു എന്നുള്ളതിൻ്റെ 2ാമത്തെ തെളിവാണ്. അബൂബക്കർ സലഫി തെറ്റായ അർത്ഥം കൊടുത്തു എന്നല്ല, ദുർവ്യാഖ്യാനിച്ചു തന്നെയാണ് അബൂബക്കർ സലഫിയും CP ഷരീഫും ഒക്കെ പറയുന്നത്. എന്താണെങ്കിലും ഇതൊന്ന് തെളിയിക്കണം. സംഘടനാ നേതൃത്വത്തെ അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞാൽ എന്താ? ഉലുൽ അംറിന് കൊടുക്കേണ്ട സമഉം ത്വാഅത്തും സംഘടനാ നേതാക്കന്മാർക്കുണ്ടോ? അതാണ് വിഷയം. എന്നിട്ട് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞെന്താ വെച്ചാൽ, ഉലുൽ അംറിൽ ആരൊക്കെ പെടും? അദ്ദേഹം പറഞ്ഞു ഉലുൽ അംറിന്റെ പരിധി വിശാലമാണ്, ഭരണകർത്താക്കളാണ് അതിൻ്റെ 1ാമത്തെ അർത്ഥം. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികൾ പെടും, സംഘടനാ നേതാക്കൾ പെടും, ഒരു മഹലിന്റെ നേതൃത്വം വരും, ആരെയൊക്കെ നേതൃത്വമായി തെരഞ്ഞെടുക്കുന്ന അവരൊക്കെ വരും, ഒരു വീട്ടിലെ വാപ്പ വരെ ഉലുൽ അംർ വരും. മാനേജർമാർ, ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൾ, ഇവരൊക്കെ ഉലുൽ അംർ വരും എന്നുള്ളതാണ്. ഇതാണ് വൈസൽ മുസ്ലിയാർ അതിൽ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചു. അപ്പൊ അദ്ദേഹത്തോട് അടുത്ത ചോദ്യം, ആരാണ് അത് പറഞ്ഞിട്ടുള്ളത്? ഇവരൊക്കെ ഉലുൽ അംറിൽ പെടുമെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരം അമാനി മലി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വിശദമായിട്ട് നമ്മൾ വിശദീകരിക്കണ്ടേ. അപ്പോൾ അദ്ദേഹത്തോട് അടുത്ത ചോദ്യം എന്താ വെച്ചാല്, പൂർവിക തഫ്സീറുകളിലൊന്നും പറഞ്ഞിട്ടില്ലേ?
അപ്പൊ അദ്ദേഹം പറഞ്ഞു ഉണ്ട്, എല്ലാ തഫ്സീറുകളിലുണ്ട്. ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, റാസി പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ ഉല്ലംബറാണെന്നുള്ളത്. അടുത്തത് അത് തെളിയിക്കണം. ഈ പറഞ്ഞ ആളുകളൊക്കെ സംഘടനാ നേതാക്കൾ, ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികൾ, ഒരു വീട്ടിലെ വാപ്പ വരെ ഉലുൽ അംറിന്റെ പരിധിയിൽ പെടും എന്ന് ഇബ്നു കസീറിൽ എവിടെ? അത് കാണിച്ചു തരണം. നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മൾ ഫിത്നക്കാരാണെന്നുള്ളതാണ് എല്ലാവരും പറയണേ. ഇത് ഇബ്നു കസീറിന്റെ തഫ്സീറിൽ എവിടെയാണ് ഇതുള്ളത്? ഇബ്നു കസീറിന്റെ തഫ്സീറിന്റെ കയ്യിലുണ്ട്, വായിക്കാൻ സമയമല്ല. എവിടെയാണ് ഇതുള്ളത്? അതൊന്ന് കാണിച്ചു തരണം. ഖുർത്തുബിന്റെ തഫ്സീറിൽ ഏതാണ് ആ വാചകം? ഉലുൽ അംറിന്റെ തഫ്സീറിൽ ഒരു വീട്ടിലെ വാപ്പ വരെ വരും, നേതൃത്വം ഏറ്റെടുക്കുന്ന ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികൾ, സംഘടനാ നേതാക്കൾ, ഇവരൊക്കെ ഉലുൽ അംറാണ് എന്നുള്ളത് ഖുർത്തുബിന്റെ തഫ്സീറിൽ എവിടെയുള്ളത്? പിന്നെ റാസിന്റെ തഫ്സീറ എണ്ണിയത്. റാസിന്റെ തഫ്സീർ സലഫികൾക്ക് സ്വീകാര്യമാണോ? അതൊന്ന് വിശദീകരിക്കണം. റാസിയുടെ തഫ്സീർ സലഫികൾക്ക് സ്വീകാര്യമാണോ എന്ന് വിശദീകരിച്ചിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ മതിയല്ലോ. അവ ഇത് തെളിയിക്കണം. എന്നിട്ട് പിന്നെ അദ്ദേഹം വേറൊരാളോട് പറഞ്ഞത് 176 തഫ്സീറുകൾ പരിശോധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. എന്നിട്ട് നാരായണൻകുട്ടി ഉലുൽ അംറിൽ പെടുമോ എന്ന് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് പഠിക്കണം എന്നുള്ളതും പറഞ്ഞു. അതിന് നമ്മൾ കുറ്റം പറയല്ലോ കേട്ടോ, പഠിക്കുന്നത് പണ്ഡിതന്മാരുടെ രീതിയാണത്, അതിന് നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയല്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സംഘടനാ നേതൃത്വം അനുസരിക്കേണ്ടതില്ലെന്ന് പറഞ്ഞു. അത് എവിടെയാണ് പറഞ്ഞതെന്നുള്ളത് തെളിയിക്കണം. ഭരണകർത്താക്കൾ മാത്രമാണ് ഉലുൽ അംർ എന്നുള്ളത് സ്വലാഹി പ്രസംഗിച്ചു, അത് എടുത്ത് ചോദിക്കുന്നുണ്ട്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുന്നുണ്ട് ആ ചോദ്യകർത്താവ്. എന്ത്? നിങ്ങൾ ഇന്നലെ പ്രസംഗിച്ചല്ലോ ഭരണകർത്താക്കൾ മാത്രമാണ് പെടുക, അങ്ങനെ സ്വലാഹി പറഞ്ഞിട്ടില്ല എന്നാണല്ലോ ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പണ്ഡിതന്മാരും പെടും എന്നാണല്ലോ സ്വലാഹി പറഞ്ഞത്. ഇല്ല, അങ്ങനെ പറഞ്ഞിരിക്കണമെന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് അതെവിടെയാണ്? ഈ CD റെക്കോർഡ് ചെയ്ത ആളുകളുണ്ടല്ലോ, ദയവായിട്ട് അതൊന്ന് എടുത്ത് കാണിച്ചു തരണം, അതൊന്ന് തെളിയിച്ചു തരണം. പിന്നെ ഇബ്നു കസീറിൽ എവിടെ? ഖുർത്തുബിയിൽ എവിടെ? അന്ന് പഠിക്കാനാണ് നമുക്ക്. അതെവിടെയാണത് കാണിച്ചു തന്നാൽ മതി. ഏതാണ് സംഘടനാ നേതാക്കളും ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികളൊക്കെ ഉലുൽ അംറിൽ പെടും എന്നുള്ള തഫ്സീർ ഒന്ന് എടുത്ത് നമുക്കൊന്ന് പഠിക്കാനാണ് ആ വിഷയം. പിന്നെ റാസിന്റെ തഫ്സീർ സലഫികൾക്ക് സ്വീകാര്യമാണോ അല്ലേ? അതൊന്ന് പറഞ്ഞു തരണം. പിന്നെ അതിനെപ്പറ്റി പിന്നെ നമ്മൾ ചർച്ച ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഈ വിഷയം നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ തോത്ത് എന്നുള്ളത് നമ്മൾ അതില്ലാതൊരു സംഘടന മുന്നോട്ട് പോകില്ല. സംഘടനാ നേതാക്കന്മാരനുസരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരണ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കണം. നമ്മൾ പറയുന്നത് എന്താ? ഞാൻ കൽപ്പിക്കും, നീ അതാണ് സംയുക്തോത്ത്. ഞാൻ കൽപ്പിക്കാൻ അധികാരമുള്ള ആള്, നീ അനുസരിക്കാൻ കടപ്പെട്ടവൻ. ഇതാണ് സംയുക്തോത്ത്. അതാണ് ഉലുൽ അംറിനുള്ള സംയുക്തോത്തും. ആ സംയുക്തോത്തും സംഘടനാ നേതാക്കന്മാർക്ക് ഉണ്ടോ അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. ആ നിർബന്ധ സംയുക്തോത്തും സംഘടനാ നേതാക്കന്മാർക്ക് ഉണ്ടോ? കാരണം ഇവിടെ പിന്നെ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും എന്നുള്ളത് കൽപ്പന വാജിബാണ്, അത് നിർബന്ധ കൽപ്പനയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. ആ നിർബന്ധ അനുസരണം ഈ പിന്നെ ബയ്യത്ത് ചെയ്യപ്പെട്ട ആളുകൾക്ക്, അതും മഅസിയത്തല്ലാത്ത കാര്യങ്ങളിൽ, അതല്ലാത്ത ആളുകൾ അതിന്റെ പരിധിയിൽ പെടൂല. ഷെയ്ഖ് യാസിർ ബിൻ അംസദ് വ്യക്തമായി പറഞ്ഞല്ലോ, സംഘടനാ നേതൃത്വത്തെ അനുസരിക്കേണ്ടത് കരാർ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം വിശദീകരിച്ചു. അവിടെ ഉലുൽ അംറിന്റെ ആയത്ത് തെളിവുകൊണ്ടുവരാൻ പറ്റൂല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഉലുൽ അംറിന്റെ ആയത്ത് ഈ വിഷയത്തേക്ക് വലിച്ചുകൊണ്ടുവരാൻ പറ്റൂല. നേതൃത്വവുമായി അനുസരിക്കപ്പെടുന്ന വിഷയങ്ങൾ ബാധകമായി തീരുന്നത് അത് ഔഫു ബിൽ ഉഹൂദി, ഈ ആയത്തുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിലാണ് എന്നുള്ളത് കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് യാസിർ ബിൻ ഹംസ. മാത്രമല്ല, ഖത്തറിലെ പ്രഗത്ഭനായ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പല പിന്നെ കിബാറുൽ ഉലമയുടെ തന്നെ ക്ലാസ്സിനും അവരുടെയൊക്കെ ക്ലാസ്സിന് പോയിരുന്ന ഇൽമു പഠിക്കുന്ന ഷെയ്ഖ് ഹംസയോട് ഞങ്ങൾ ഇതിനെപ്പറ്റി ചോദിച്ചു. ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ജമാഅത്തിന് വേണ്ടിയിട്ടൊരു സംഘടന ഉണ്ട്, ആ സംഘടനയുടെ നേതാക്കൾ ഉലുൽ അംറിൽ പെടും, അവർക്ക് സംയുക്തത്വം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്നത്, അത് ശരിയാണോ? അദ്ദേഹം ഉടനെ പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് അവര് ഹിസ്ബികളാണ്, അവരെ വിട്ടേച്ചള, അത് ഹിസ്ബികൾ കൊണ്ടിരുന്ന വാദമാണ് അത് എന്നുള്ളതാണ്. നമുക്കറിയാം, ചരിത്രങ്ങൾ എടുത്തു നോക്കിയും അത് ഹിസ്ബിയത്തിന്റെ ആൾക്കാർ കൊണ്ടുവന്ന വാദമാണത്. നമ്മൾ ഇതുവരെ അത് പറഞ്ഞിട്ടും നമ്മളത് പഠിപ്പിച്ചിട്ടുമില്ല. എന്നിട്ട് ഈ ഒരു പുതിയ വാദം നമ്മൾ കൊണ്ടുവരുന്നത് എന്തിനാ? ഈ ഒരു പുതിയ വാദം എന്തിനാണ് നമ്മളത് കൊണ്ടുവരുന്നത്? എന്തിനാണ് നമ്മൾ ഇല്ലാത്ത? ഇനി അത് മാത്രല്ല, പിന്നെ ഈ വിഷയത്തിൽ ഉലുൽ അംറിനെ
ആധുനിക കാലത്തുള്ള സലഫി പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ടല്ലോ. ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സംഘടനാ നേതാക്കന്മാർ അതിൽ പെടും എന്നുള്ളത്? നമ്മൾ ദഅവത്തിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന സംഘടനയുടെ നേതാക്കന്മാർ അതിൽ പെടും. അവർക്ക് ഉലുൽ അംറിലുള്ള അനുസരണമാണ് കൊടുക്കേണ്ടത്. ആ ആയത്ത് ഓതിയിട്ട് ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? ആരൊക്കെ അനുസരിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ. ഒരു സംഘടന ഉണ്ടാകുമ്പോൾ അതിനനുസരിക്കണം, അത് ഏതൊക്കെ രൂപത്തിലാണെന്നുള്ള ആര് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരെങ്കിലും നിസായിലെ ഈ 59-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഈ സംഘടനാ നേതാക്കൾ, ഈ ജമാഅത്തിന്റെ ജംഇയ്യത്തിന്റെ നേതാക്കൾ ഉലുൽ അംറ എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ തെളിയിക്കുകയാണ് വേണ്ടത്. അപ്പം അത് തെളിയിക്കുകയാണ് വേണ്ടത്. അപ്പം അനുസരണം സമുദോത്ത് എന്നുള്ളത് അതൊരു ഭാഷാപരമായിട്ടുള്ള പ്രയോഗമല്ല. ഒരു അപ്പോൾ ഒരു വീട്ടിലെ വാപ്പാനെ നമ്മൾ അനുസരിക്കേണ്ടി വരും, ഒരു സ്കൂളിലെ മാഷെ നമ്മൾ അനുസരിക്കേണ്ടി വരും, പ്രിൻസിപ്പാളെ നമ്മളെ ഒക്കെ ഉണ്ട്. പക്ഷെ അതെന്താണ്? ഒക്കെ ഭാഷാപരമായിട്ടുള്ള സമുദോത്താണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. ഇനി ഒന്ന് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, കാരണം എന്താ വെച്ചാൽ ചില ആളുകൾ ഇത് ചോദിക്കുന്നുണ്ട്. പിന്നെ മാത്രല്ല സലാഹി പെരിന്തൽമണ്ണയിലെ പ്രസംഗത്തിൽ അവിടെ മുതലാണല്ലോ, അതിനാണല്ലോ ജബ്ബാർ മദീനി മറുപടി കൊടുക്കുന്നത്. പെരിന്തൽമണ്ണയിലെ പ്രസംഗത്തിൽ തന്നെ സലാഹി എന്ത് പറഞ്ഞു? ഈ പിന്നെ ഉലുൽ അംറുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, ഹദീസുകൾ, അലൈക്കും ബിസ്സമി വത്വാഅ, ഇങ്ങനെ അതേപോലെ തന്നെ ജാഹിലിയ മരണമാണ് ഉണ്ടാകുക. ഈ ആയത്ത് എന്തല്ല, അത് ഭരണാധികാരികൾക്ക് പിന്നെ ഒക്കെ ബാധകമാണ്. അതിൽ ഈ രൂപത്തിലുള്ള വ്യാഖ്യാനം അതിനില്ല. ആ സമ്മുദോത്തും സംഘടനാതക്കന്മാർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് ആ ഹദീസുകളൊന്നും ഇതിന് ഫിറ്റാക്കാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹം കറക്റ്റായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, കാരണം ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ യാത്രയിൽ അമീറിനെ വേണമല്ലോ, അമീറിനെ അനുസരിക്കണമല്ലോ. അപ്പോൾ യാത്രയിൽ പറഞ്ഞിട്ടുള്ള അവിടെ ഒരു അമീർ ഉണ്ടല്ലോ, ആ അമീറിനെ അനുസരിക്കൽ നിർബന്ധമാണല്ലോ. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ജമാഅത്ത് ഉണ്ടാക്കുമ്പോൾ ആ അമീറിനെ അനുസരിക്കൽ നിർബന്ധമാണ് എന്നുള്ളത് ചില ആളുകൾ വാദിക്കുന്നുണ്ട്. പക്ഷേ ഷെയ്ഖ് അൽബാനി അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ഷെയ്ഖ് അൽബാനി അല്ല, ഏതാണ്ട് പണ്ഡിതന്മാരൊക്കെ തന്നെ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മളത് പിന്നെ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഉലുൽ അംറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഉലുൽ അംറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഈ കാര്യമാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ ഒന്ന് തെളിയിക്കണം എന്നുള്ളതാണ്. ഉലുൽ അംറിൻ്റെ പരിധിയിൽ 3 തഫ്സീറുകളോട് ഉദ്ധരിച്ചു. ആ തഫ്സീറുകൾ അതേപോലെ തന്നെ സലാഹിക്കില്ലാത്ത ചില വാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ആ ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ ഒരാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ എപിയും ഡിപിയും അല്ലേ, അവരെ നമ്മൾ അനുസരിക്കണ്ടേ? അവരല്ലേ നമ്മുടെ ഉലുൽ അംർ? അപ്പോൾ പറഞ്ഞു അവർ ശറഈന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം ചോദിച്ചു, എന്നാൽ അത് നമ്മൾ അനുസരിക്കണ്ട, സംഘടനാപരമായ കാര്യങ്ങൾ അവർ പറഞ്ഞത് നമ്മൾ അനുസരിക്കണ്ടേ? കാരണം ISM MSMനെതിരെ നടപടി സ്വീകരിച്ചു, അത് നമ്മൾ അനുസരിക്കണ്ടേ? ഇത് ചോദിച്ചു. അപ്പോൾ അതിന് വേറെ തരത്തിലുള്ള മറുപടി, അത് ഇതിൽ പെടൂല, അത് വേറെ വകുപ്പ്, ഇത് വേറെ വകുപ്പ്. ഇതിനൊക്കെ എന്താണ് തെളിവ്? ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞു പെട്ടതാണ്, അതുകൊണ്ട് ഇത് തെളിയിക്കണം. ഇപ്പോൾ സലാഹിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ വാദങ്ങൾ അത് തെളിയിക്കണം. അതേപോലെ തന്നെ തഫ്സീറുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കണം. ഇനി ആധുനികരായ പണ്ഡിതന്മാർ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, നാട്ടിൽ പോയപ്പോൾ പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിട്ട് ഞാൻ സംസാരിച്ചു ഈ ഉലുൽ അംറിൻ്റെ വിഷയത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐനി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഫത്തുൽ ബാരിയിലുണ്ട്, 11 ആൾക്കാരാണ്, അതേപോലെ തന്നെ തുഹ്ഫത്തുൽ അവദിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് സംഘടനാ നേതാക്കന്മാരെന്നല്ല, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് വേറെ വിശദീകരിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതൊക്കെ അമാനുവലിൻ്റെയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ പിൽക്കാലഘട്ടത്തിൽ വന്ന ആളുകളല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംഘടന ഉണ്ടായത് 1300 കൊല്ലത്തിന് ശേഷമല്ലേ, ആകെ 1 നൂറ്റാണ്ടായിട്ടുള്ളല്ലോ സംഘടന ഉണ്ടായിട്ട്. അപ്പോൾ അത് പിന്നെ ആധുനിക കാലഘട്ടത്തെ പണ്ഡിതന്മാരാണല്ലോ അത് പറഞ്ഞിരേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല, നമ്മുടെ വൈസ്ലിംസിയർ ഖത്തറിൽ പോയിട്ട് ഇബ്നു കസീറിലും ഖുർത്തുബിയിലും റാസിയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ അതിന് തെളിവുണ്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് നമുക്ക് കാണിച്ചു തരണം. നമ്മളതിനെ നിഷേധിക്കാനൊന്നും നമ്മളില്ല. എവിടെയാണ് അത് സംഘടനാ നേതാക്കന്മാർ, ഇസ്ലാഹി സെൻ്ററിൻ്റെ ഭാരവാഹികളൊക്കെ പിന്നെ ഈ ആയത്തിൻ്റെ പരിധിയിൽ വിടുന്നത്? ആര് പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കേണ്ടത്.